ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായം അതിൻ്റെ 1 മുതലുള്ള വാക്യങ്ങൾ ഞാനൊന്ന് വായിക്കുകയാണ്. യേശു മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച ലാസർ പാർത്ത ബെഥാനിലേക്ക് യേശു പെസഹയ്ക്ക് 6 ദിവസം മുമ്പേ വന്നു. അവിടെ അവർ അവനൊരു അത്താഴം ഒരുക്കി. മാർത്ത ശുശ്രൂഷ ചെയ്തു. ലാസറോ അവനോട് കൂടെ പന്തിയിൽ ഇരുവരിൽ ഒരുവനായിരുന്നു. അപ്പോൾ മറിയ വിലയേറിയ സ്വച്ഛജട മാംസ തൈലം ഒരു റാത്തൽ എടുത്ത് യേശുവിൻ്റെ കാലിൽ പൂശി എൻ്റെ തലമുടി കൊണ്ട് കാൽ തുവർത്തി. തൈലത്തിൻ്റെ സൗരഭ്യം വീട് നിറഞ്ഞു. തൈലത്തിൻ്റെ സൗരഭ്യം കൊണ്ട് വീട് നിറഞ്ഞു. ആമേ, ഒന്ന് പറഞ്ഞ വീട് നിറഞ്ഞു. വീട് നിറഞ്ഞു. ശൂന്യമായിട്ട് ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ഇന്ന് പകലിൽ നിറവോടെ മടങ്ങിപ്പോകും. നിറവോടെ മടങ്ങിപ്പോകും. ഹല്ലേലൂയ. വിശ്വസിക്കുന്നുണ്ടോ? 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 ഏത് സാഹചര്യത്തിലാണ് നിങ്ങൾ ആയിരിക്കുന്നത് എന്നല്ല വിഷയം, എവിടെയാണ് ആയിരിക്കുന്നതെന്ന വിഷയം. ആമേൻ. ഹല്ലേലൂയ. ഞാൻ ആത്മാവിൽ ആദ്യമേ ഒരു ദൂതായി വിളിച്ചു പറയുക, നിങ്ങളുടെ സാഹചര്യങ്ങളെ കണ്ടുകൊണ്ട് ദൈവത്തെ നോക്കരുത്. ദൈവത്തെ കണ്ടുകൊണ്ട് നിങ്ങളുടെ സാഹചര്യങ്ങളൊക്കെ നോക്ക്. അതൊന്നുമില്ലാതെയായി പോവും. ആമേൻ. ആ നിറവ് നിങ്ങളിലേക്ക് വ്യാപരിക്കും. ഓ ഷബാന റിഖമ നിയാൻതാരബ ഓ റോബോ കോറിയാൽ ഒന്ന് ഫ്രീ ആയിട്ടൊന്ന് ആ പരിശുദ്ധ ആത്മാവിനൊന്ന് പ്രവർത്തിപ്പാനൊന്ന് ഏൽപ്പിച്ചു കൊടുക്കാവോ? ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാവോ? ഹല്ലേലൂയ. ലാസറിന്റെ ഭവനം കർത്താവിന് ഏറ്റവും പ്രിയപ്പെട്ടതാ. ഏറ്റവും പ്രിയപ്പെട്ടതാ. ലാസർ കർത്താവിന്റെ സ്നേഹിതൻ എന്നാണ് വചനത്തിൽ നമ്മൾ വായിക്കുന്നത്. ആ ഭവനത്തിൽ ആദ്യം വരാൻ കാരണം മാർത്തയാണ് യേശുവിനെ ക്ഷണിച്ചത് വീട്ടിലേക്ക്. നമുക്കറിയാല്ലേ, വചനം വായിക്കുമ്പോൾ അറിയാം. ആ മാർത്തയാണ് യേശു ഭവനത്തിൽ വന്നപ്പോൾ പലതിനെ ചൊല്ലി വിചാരപ്പെട്ടത്. എന്തിനു വേണ്ടി വിചാരപ്പെട്ടെ? യേശുവിന് നല്ല ഭക്ഷണം കൊടുക്കണം, ഏറ്റവും ബെസ്റ്റായിട്ടുള്ളത് കൊടുക്കണം, അല്ലേ? ഹല്ലേലൂയ. കർത്താവിന് വേണ്ടി തന്നെയാ അവൾ വിചാരപ്പെട്ടത്. പക്ഷെ മാർത്ത അങ്ങനെയല്ല ചെയ്തത്. മറിയ ആ പാദപീഠത്തിലിരുന്നു. കർത്താവ് പറഞ്ഞ മറുപടി, അവൾ നല്ല അംശം. കർത്താവിന് വേണ്ടി ടെൻഷൻ അടിച്ച് ഓടി നടന്ന മാർത്തയെ നോക്കിയല്ല പറഞ്ഞത്, മറിയ നോക്കി. ആ പാദപീഠത്തിലിരുന്ന മറിയ നോക്കി. ഇന്ന് പകലിൽ നമ്മൾ ഇരിക്കുന്ന ദൈവത്തിന്റെ പാദപീഠത്തിലാണ്. ബോധ്യമുണ്ടോ? ബോധ്യമുണ്ടോ നിങ്ങൾക്ക്? ആ ബോധ്യമുള്ളവരുണ്ടെങ്കിൽ ആ ദൈവ സാന്നിധ്യം അനുഭവിക്കും കേട്ടോ. നിങ്ങളായിരിക്കുന്നത് ഈ ബിൽഡിങ്ങിലാണെങ്കിലും ആത്മാവിൽ ദൈവത്തിന്റെ പാദപീഠത്തിലാണ് നമ്മള്. കർത്താവിന്റെ പാദപീഠത്തിലാണ് നമ്മള്. ദൈവ ശബ്ദം കേൾക്കുവാൻ, ദൈവത്തിങ്കിൽ നിന്ന് പ്രാപിപ്പാനാണ് നമ്മൾ വന്നേ. അതുകൊണ്ട് ഇന്ന് പകലിൽ ആ ഒരു ബോധ്യത്തോടെ ദൈവസന്നിധിയിൽ ഇരിക്കണം. ആമേൻ. ഹല്ലേലൂയ. 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 ആ മറിയുടെ പ്രത്യേകത എന്നെ ഒരുപാട് ചിന്തിപ്പിക്കുകയും ഒരുപാട് ദൈവത്തിൽ അടുപ്പിക്കുകയും ചെയ്തു. തന്റെ സഹോദരൻ ദീനമായി കിടന്നപ്പോൾ കർത്താവിനെ അറിയിച്ചു. മറിയ തന്റെ സഹോദരൻ ദീനമായി കിടക്കുകയാണ്. പക്ഷെ കർത്താവ് വന്നത് നമുക്കറിയാം, ലാസർ മരിച്ചതിന് ശേഷമാണ്. ആ ഭവനത്തിൽ വന്നപ്പോൾ ആ മറിയ ചെയ്തതെന്നറിയാവോ? ആ പാദപീഠത്തിൽ കെട്ടിപ്പിടിച്ച് അങ്ങ് കരഞ്ഞു. ആമേൻ. ഹല്ലേലൂയ. ആദ്യം യേശു ഭവനത്തിൽ വന്നപ്പോൾ ആ പാദപീഠത്തിൽ ഇരുന്ന് യേശു പറയുന്നത് കേട്ട് ആത്മാവിലിരുന്നു. ഒരു പ്രയാസം വന്നപ്പോൾ യേശുവിൻ്റെ പാദം കെട്ടിപ്പിടിച്ച് കരഞ്ഞു. അത്ഭുതം നടന്നു. ലാസർ ഉയർത്തു. ഇപ്പോൾ നമ്മൾ വായിച്ചതുപോലെ ആ പാദപീഠത്തിൽ ആ മറിയാണ് സ്വച്ഛജട മാംസ തൈലം ഒഴിച്ച് ആ പാദം ചുംബിച്ചത്. ഒരു പ്രശ്നം വരുമ്പോഴും സമാധാനത്തോടെ ഇരിക്കുമ്പോഴും അനുഗ്രഹം പ്രാപിക്കുമ്പോഴും ആമേൻ യേശുവിനോട് ചേർന്നിരിക്കുന്നവനാണ് യഥാർത്ഥ ദൈവ പൈതൽ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകലിൽ അങ്ങനെയുള്ള ഒരു ആത്മിക നിലവാരത്തിലേക്ക് എന്നൊന്ന് കയറ്റണമെന്ന് എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട്? ഹല്ലേലൂയ. ഒരു പ്രശ്നം വരുമ്പോൾ മാത്രമല്ല കണ്ണുനീരോടെ ദൈവസന്നിധിയിൽ ചെല്ലേണ്ടത്. കർത്താവെ, അങ്ങേ ഒന്നും കൂടെ ഒന്ന് അനുഭവിക്കണം, ഒന്നും കൂടെ ഒന്ന് അടുത്തറിയണം. എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട് ഇന്ന് പകൽ? കർത്താവെ, അങ്ങേ ഒന്നും കൂടെ ഒന്ന് അടുത്തറിയണം, ഒന്നും കൂടെ ഒന്ന് അടുത്തറിയണം. ഓ റബക ശംതനാര ബൗഡാരഗത റിമനിയാംതല അധരങ്ങളൊക്കെ ഒന്ന് തുറന്നൊന്ന് പറഞ്ഞ്, അപ്പച്ചാ എനിക്ക് ഒന്നും കൂടെ ഒന്ന് അടുത്തറിയണം, അങ്ങേ ഒന്നും കൂടെ ആ സാന്നിധ്യം ഒന്ന് അനുഭവിക്കണം, ഒന്നും കൂടെ ആ സാന്നിധ്യം ഒന്ന് അനുഭവിക്കണം. വന്നതുപോലെ എന്നെ മടക്കി അയക്കരുത്, വന്നതുപോലെ മടക്കി അയക്കരുത്. ശാരീരികമായി ബലഹീനത ഉണ്ടാകാം, നിങ്ങൾക്ക് ശാരീരികമായ ക്ഷീണം ഉണ്ടാകാം അതിന്. എന്നാൽ ഇന്ന് പകൽ അതിനൊക്കെ ഒന്ന് മറന്ന് ദൈവത്തെ ഒന്ന് ആരാധിപ്പാൻ ഉത്സാഹത്തോടെ, നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞ ഒരു തൻ്റെ ഇടം, ദൈവത്തെ ആരാധിപ്പാൻ, സാന്നിധ്യത്തിന് വേണ്ടി ഒരു തൻ്റെ ഇടം കാണിപ്പാനുണ്ട് അവിടെ. ഹൃദയങ്ങളെ അറിയുന്ന ഒരുവൻ ഇതിന്റെ നടുവിലുണ്ട് കേട്ടോ. ഹൃദയങ്ങളെ ആരാഞ്ഞറിയുന്നവൻ ഇതിന്റെ നടുവിലുണ്ട്. ഹല്ലേലൂയ. ഇന്ന് പകൽ ആ ദൈവത്തിന്റെ മുഖത്തേക്ക് ഒരു നിമിഷം ഒന്ന് കണ്ണടച്ച്, എല്ലാ കണ്ണുകളും ദൈവസന്നിധിയിൽ അടച്ചൊന്ന് പ്രാർത്ഥിച്ച്
കർത്താവേ, ഞങ്ങൾക്കൊന്നും കൂടെ അങ്ങ് അടുത്തറിയണം, ഒന്നും കൂടെ അങ്ങ് ഒന്ന് അടുത്തറിയണം, ഒന്നും കൂടെ ഞങ്ങൾക്കൊന്ന് അടുത്തറിയണം. ഞങ്ങളൊന്നുമായിട്ടില്ല കർത്താവേ, ഞങ്ങളൊന്നുമായിട്ടില്ല കർത്താവേ. അങ്ങ് ആഗ്രഹിക്കുന്ന അളവിലേക്ക് കയറുവാൻ ഞങ്ങളെ തന്നെ താഴ്ത്തുന്നു എന്ന് പറഞ്ഞ് ഞങ്ങളെ തന്നെ ഒന്ന് താഴ്ത്തുന്നപ്പാ, ഞങ്ങളെ തന്നെ ഒന്ന് സമർപ്പിക്കുന്ന കർത്താവേ. ഞങ്ങളെ ഒന്ന് പണിയണമേ കർത്താവേ, ഞങ്ങളെ ഒന്ന് ഉടച്ചു വാർക്കണമേ കർത്താവേ. ഓ റബാഗ ശംധനാരബ, കുശവന്റെ കയ്യിലെ കളിമണ്ണ് പോലെ എന്നെ സമർപ്പിക്കുന്നുവെന്ന് പകൽ പറയുവാൻ ആരെങ്കിലും ഉണ്ടോ? ആരെങ്കിലും ഉണ്ടോ? ഹല്ലേലൂയ. കുശവന്റെ പ്രത്യേകത, ആ പാത്രം എത്ര തവണ പൊട്ടിയാലും, എത്ര തവണ ഷേപ്പില്ലാതെ പോയാലും ആ കുശവൻ കൈയെടുക്കത്തില്ല ആ പാത്രത്തിൽ നിന്നും, ആ മണ്ണിൽ നിന്ന് കൈയെടുക്കത്തില്ല. മെനഞ്ഞ് നല്ല പാത്രമാകുന്നത് വരെ ആ കുശവന്റെ കയ്യിൽ ആ പാത്രത്തിലുണ്ടാവും. ഇന്ന് പകൽ എത്ര പേർ ആഗ്രഹിക്കും ഇതുപോലെ അങ്ങേ കൊള്ളാകുന്നൊരു പാത്രമായി നിൽക്കുന്നത് വരെ? അപ്പാ, എന്നെ ഒന്ന് തൊടണമേ. ഒന്നൊരു നിമിഷം ഒന്ന് കണ്ണുകൾ നടച്ച് ഒന്ന് പ്രാർത്ഥിച്ച്, കർത്താവേ എന്നെ ഒന്ന് തൊടണമേ. ഇന്ന് പകലില്ലേ, എന്നെ ഒന്ന് തൊടണമേ കർത്താവേ, എന്നെ ഒന്ന് തൊടണമേ കർത്താവേ. എൻ്റെ നിലവാരത്തെ ഒന്ന് മാറ്റണമേ കർത്താവേ, എൻ്റെ ചിന്തകളെ ഒന്ന് മാറ്റണമേ കർത്താവേ, എൻ്റെ ആത്മീക തലങ്ങളെ ഒന്ന് മാറ്റണമേ കർത്താവേ. ഓ റബക ശംധനാര ഭൗഡാരഗത അതുരമനഗ രഗലരഗ ദുരിമിനി ആംധല. ഹൃദയം കർത്താവിലേക്ക് ഒന്ന് പകർന്നേ, ഹൃദയം കർത്താവിലേക്ക് ഒന്ന് പകർന്നേ. നിങ്ങളുടെ ക്ഷീണങ്ങളൊന്ന് മറന്നേ, ക്ഷീണങ്ങളൊന്ന് മറന്നേ. ദൈവ സാന്നിധ്യം ഇതിന് നടുവിലുണ്ട്. അങ്ങേ കാണണം, അസാന്നിധ്യം അറിയണം, അതൊന്നു മാത്രം എന്നാശയേ. അങ്ങേ കാണണം, ആ സാന്നിധ്യം അറിയണം, അതൊന്നു മാത്രം എന്നാശയേ. എൻ്റെ കൂടെ ഒന്നോ വരികളൊന്ന് പാടാവോ? അങ്ങേ കാണണം, ആ സാന്നിധ്യം അറിയണം, അതൊന്നു മാത്രം എന്നാശയേ. എല്ലാ ശബ്ദവും ഉയർത്തി ഒരിക്കൽ കൂടെ. അങ്ങേ കാണണം, ആ സാന്നിധ്യം അറിയണം, അതൊന്നു മാത്രം എന്നാശയേ. സുന്ദരനേ, പരിശുദ്ധനേ, ഉയർന്നവനേ, യേശുവേ. സുന്ദരനേ, പരിശുദ്ധനേ, ഉയർന്നവനേ, യേശുവേ. ചേർന്ന വരികൾ പാടി. സുന്ദരനേ, പരിശുദ്ധനേ, ഉയർന്നവനേ, ഉയർന്നവനേ, യേശുവേ. പതിനായിരങ്ങളിൽ അതിശ്രേഷ്ഠനേ, എൻ ജീവന്റെ ആധാരമേ. ശാരോനിന്റെ പനിനീർ പുഷ്പമേ, അങ്ങേ ഞാൻ കണ്ടെത്തിയേ. പതിനായിരങ്ങളിൽ അതിശ്രേഷ്ഠനേ, എൻ ജീവന്റെ ആധാരമേ. ശാരോനിൻ പനിനീർ പുഷ്പം, ശാരോനിന്റെ പനിനീർ പുഷ്പമേ, അങ്ങേ ഞാൻ കണ്ടെത്തിയേ. ചേർന്ന് പാടി. സുന്ദരനേ, പരിശുദ്ധനേ, ഉയർന്നവനേ, യേശുവേ. സുന്ദരനേ, സുന്ദരനേ, ഉയർന്നവനേ, യേശുവേ. ആ കരങ്ങളൊക്കെ ഒന്ന് ഉയർത്തി പറഞ്ഞാട്ടെ. അങ്ങേ കാണണം, ആ സാന്നിധ്യം അറിയണം, അതൊന്നു മാത്രം എന്നാശയേ.
അങ്ങേ കാണണം, അങ്ങേ കാണണം, ആ സാന്നിധ്യം അറിയണം, അതൊന്നു മാത്രം എന്നാശയേ. യേശുവേ യേശുവേ എന്നേശുവേ, അങ്ങെപ്പോലെ ആരുമില്ലേ. യേശുവേ എന്നേശുവേ, അങ്ങെപ്പോലെ ആരുമില്ലേ. യേശുവേ യേശുവേ എന്നേശുവേ, അങ്ങെപ്പോലെ ആരുമില്ലേ. സുന്ദരനേ സുന്ദരനേ, പരിശുദ്ധനേ പരിശുദ്ധനേ, ഉയർന്നവനേ ഉയർന്നവനേ, യേശുവേ യേശുവേ, സുന്ദരനേ സുന്ദരനേ, ആത്മാവിൽ അവനൊന്ന് കാണുവാൻ. പരിശുദ്ധനേ ഉയർന്നവനേ ഉയർന്നവനേ, യേശുവേ. ദൈവജനം ഒരുമിച്ച് ആത്മാവിൽ പറഞ്ഞേ, അങ്ങേ കാണണം, ആ സാന്നിധ്യം അറിയണം, അതൊന്നു മാത്രം, അതൊന്നു മാത്രം എന്നാശയേ. ആഗ്രഹം വർദ്ധിക്കട്ടെ. ചേർന്ന് അങ്ങേ കാണണം, ആ സാന്നിധ്യം അറിയണം, അതൊന്നു മാത്രം എന്നാശയേ. നിൻ സന്നിധിയിൽ വസിച്ചോട്ടെ, പാദങ്ങൾ ചുംബിച്ചോട്ടെ. നിൻ സന്നിധിയിൽ വസിച്ചോട്ടെ, പാദങ്ങൾ ചുംബിച്ചോട്ടെ. ആരാധ്യൻ യേശുപരാ, വണങ്ങുന്നു ഞാൻ പ്രിയനേ. തേജസ്സേറുന്ന നിന്റെ മുഖം, തേജസ്സേറും. ആമേൻ. ശബാല റിഖമാനിയാചാര ബൗഡാലഗത, അത് സംഭവിക്കട്ടെ ഇന്ന് പകലിൽ. ആരാധ്യൻ ആരാധ്യൻ ശുദ്ധാത്മാവേ, ശുദ്ധാത്മാവേ, തേജസ്സേറും തേജസ്സേറും നിൻമോഹമൻ, ഹൃദയത്തിനാനന്ദമേ. മാധുര്യമാം നിൻമൊഴികൾ, മാധുര്യമാം നിൻമൊഴികൾ, താണുപ്പിക്കുന്നെൻ ഹൃദയം. ശമാന റിഖമാനിയാന്തേരിയ, മാധുര്യമാം നിൻമൊഴികൾ, താണുപ്പിക്കുന്നെൻ ഹൃദയം. ആരാധ്യൻ യേശുപരാ, വണങ്ങുന്നു ഞാൻ പ്രിയനേ. ആഗ്രഹത്തോടെ പറഞ്ഞ തേജസ്സേറും തേജസ്സേറും, അങ്ങയുടെ മുഖം നിൻമുഖം എന്റെ ഹൃദയത്തിന് ആനന്ദമായി തീരണം. തേജസ്സേറും നിൻമുഖം, തേജസ്സേറും നിൻമുഖമൻ. ശമാന റിഖമാനിയാചാര ബൗഡാരഗത, തേജസ്സേറും നിൻമുഖം, തേജസ്സേറും നിൻമുഖമൻ, ഹൃദയത്തിനാനന്ദമേ. തേജസ്സേറും
തേജസ്സേറും നിൻമുഖമൻ ഹൃദയത്തിനാനന്ദമേ. ബർത്തിമായി എന്ന കുരുടൻ, യേശുവിനെ കുറിച്ചുള്ള അറിവാണ് അവനുണ്ടായിരുന്നത്. പക്ഷെ ആ അറിവിൽ നിന്നുകൊണ്ട് അവൻ ഒതുങ്ങിയില്ല. അവൻ ആ അറിവിനെ ആത്മാവിൽ ജാഗരിച്ച് എപ്പോഴാണ് യേശുവിൻ്റെ അടുക്കൽ വരുന്നത് എന്ന ദാഹത്തോടെ കാത്തിരുന്നൊരുവൻ. ആ ദാഹവും ആ കാത്തിരിപ്പുമാണ് യേശു അടുക്കൽ വന്നപ്പോൾ വെളിപ്പാടിൽ കർത്താവിനെ വിളിച്ചത്. അതുവരെ കേട്ടത് യേശു എന്നാ, പക്ഷെ അവൻ വിളിച്ച് ദാവീദ് പുത്ര എന്നോട് കരുണ തോന്നണമേ. ദൈവത്തോട് എത്രത്തോളം അടുത്തു വരുന്നു അത്രത്തോളം കർത്താവിനെ ആഴമായി അനുഭവിച്ചറിയുവാൻ കഴിയും. വെളിപ്പാടുകൾ, ദർശനങ്ങൾ കാണുവാനിടയാകും. ഞാൻ പലപ്പോഴും അതിങ്ങനെ ചിന്തിച്ചിട്ടുണ്ട്. യേശുവെങ്കിൽ നിന്ന് സൗഖ്യം പ്രാപിച്ചവൻ, ഞാനിങ്ങനെ ആത്മാവിലൊക്കെ ചിന്തിച്ചിട്ടുണ്ട്, അവൻ ആദ്യം ആ ഭിക്ഷപാത്രം എടുത്ത് വലിച്ചെറിഞ്ഞിട്ടുണ്ടാവും. അതുവരെയും അവനത് മാനപാത്രമായിരുന്നു, ഭിക്ഷപാത്രം. പക്ഷെ കണ്ണു തുറന്നപ്പോൾ അവനത് ലജ്ജാപാത്രമായി മാറി. ആമേൻ. എൻ്റെ മുമ്പിൽ നിൽക്കുന്നവൻ എന്നെ മാനപാത്രമാക്കി തീർത്തു എന്ന് പറഞ്ഞപ്പോൾ, ഇന്ന് പകലിൽ ഇവിടെ ഇരിക്കുന്ന നാം ഓരോരുത്തരും അങ്ങനെയാ പ്രിയരെ. ഇന്നലകളിൽ ലജ്ജാപാത്രമായി, ഒന്നിനും കൊള്ളാത്തവരായി, മറ്റുള്ളവരാൽ നിന്ദിക്കപ്പെട്ടവരായി, ഒരു തരത്തിലും ഉയരുവാൻ കഴിയാതെ വണ്ണം ശാപത്തിന്റെയും പാപത്തിന്റെയും പടുകുഴിയിൽ കിടന്നവരാ നാം. പക്ഷേ ആണിപ്പഴുള്ള കരം നമ്മളെ തൊട്ട് ആ ക്രൂശിലെ രക്തത്താൽ നമ്മളെ കഴുകി, നമ്മുടെ പാപങ്ങളെ പോക്കി, നമ്മുടെ ശാപങ്ങളെ നീക്കി, നമ്മുടെ രോഗങ്ങളെ വഹിച്ച് ഇന്ന് പകൽ നമ്മൾ ഇവിടെ നിർത്തിയിരിക്കുന്നത് എങ്ങനെയാ പറഞ്ഞേ? മാനപാത്രമായി. Come on. സന്തോഷമില്ല അത് കേൾക്കുമ്പോ? ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എനിക്ക് ചിലരുടെ മുഖം കാണുമ്പോൾ എനിക്ക് പേടിയാവുക. ആമേൻ. തല്ലാൻ നോക്കുന്ന പോലെ നോക്കും. നീ ഇങ്ങോട്ട് ഇറങ്ങി വാടാ, ശരിയാക്കി തരാന്ന്. ആമേൻ. ഞാനൊരു പാവമാണ്, ഞാൻ കുറച്ച് ദിവസം കഴിയുമ്പോൾ തിരിച്ചു പോകും. ആമേൻ. ഹല്ലേലൂയ. നമ്മൾ ഒരുമിച്ച് ഇവിടെ നിന്ന് ദൈവത്തെ ഉയർത്തുവാനാ വന്നേ. ഇവിടെ എത്ര വലിയ കൊലകൊമ്പൻ വന്ന് നിന്നാലും, ഈ ലോകത്തിൽ എത്ര ശക്തന്മാർ വന്ന് നിന്നാലും, നമ്മുടെ ആഗ്രഹമാണ് ദൈവം നമ്മെ തൊടുന്നത്. ആമേൻ. ഞാൻ പറഞ്ഞു മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? നമ്മൾ എത്രത്തോളം ദാഹമുള്ളവരായിരിക്കുന്നുവോ ആ ദാഹം കർത്താവ് കാണും. ആമേൻ. ആ ദാഹം നമ്മിലുണ്ടെങ്കിൽ ഈ കൊച്ചു പിള്ളേരിൽ ഒരാൾ വന്ന് ഇവിടെ ശുശ്രൂഷിച്ചാലും അത് നമുക്ക് അനുഗ്രഹമായിരിക്കും. പ്രൈസ് ദി ലോർഡ്. അതാണ് ഞാനും എൻ്റെ ദൈവം തമ്മിലുള്ള ബന്ധം. അതാണ് നിങ്ങളും ദൈവം തമ്മിലുള്ള ബന്ധം. ഇന്ന് പകൽ ഇവിടെ ഇരിക്കുന്നത് കർത്താവിൽ നിന്ന് പ്രാപിപ്പാനാ. ആമേൻ. അത് മറന്നു പോകരുത് കേട്ടോ, അത് മറന്നു പോകരുത്. ആമേൻ. ഹല്ലേലൂയ. ഇന്ന് പകലിൽ എനിക്ക് അനുഗ്രഹിക്കപ്പെടണമെന്ന് എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട്? എനിക്ക് വിടുതലോടെ ഇവിടുന്ന് മടങ്ങി പോകണമെന്ന് എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട്? ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ഒരു നിമിഷം ഒന്ന് എഴുന്നേറ്റ് നമുക്ക് ഒരുമിച്ച് കരങ്ങളൊക്കെ ഒന്ന് അടിച്ച് ആത്മാവിൽ ഒന്ന് പാടി മാനപാത്രമാക്കിയ ദൈവത്തെ, മാനപാത്രമാക്കിയ ദൈവത്തെ സന്തോഷത്തോടെ ആരാധിപ്പാൻ റെഡിയാണോ? അടുത്തിരിക്കുന്ന വ്യക്തിയുടെ കരമൊന്ന് കൊടുത്തേ. എന്നിട്ട് മുഖത്ത് നോക്കി പറ, ഞാൻ ആരാധിക്കാൻ പോവുകയാണ്, എന്നെ നോക്കി നിൽക്കണ്ട, ഞാൻ അനുഗ്രഹം പ്രാപിച്ചു പോകും, നിങ്ങളെ ഈ നിപ്പ് അങ്ങനെ നിൽക്കും, അതുകൊണ്ട് എന്നെ നോക്കാതിരുന്ന് ആരാധിച്ചോണം. സന്തോഷമുണ്ടോ നിങ്ങൾക്ക്? ഇന്ന് പകലിൽ നമ്മുടെ വിടുതലിന്റെ ദിവസമാ. ഇന്ന് പകൽ കർത്താവ് നമുക്ക് വേണ്ടി വലിയവ ചെയ്യുന്ന ഒരു ദിവസമാ. ഹല്ലേലൂയ. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ മാത്രം ആ കരങ്ങളൊക്കെ ഒന്ന് അടിച്ച് ആത്മാവിലൊന്ന് ഏറ്റെടുത്തേ. എന്റെ പാപത്തെ, എന്റെ ശാപത്തെ, എന്റെ രോഗത്തെ വഹിച്ചവനെ, ക്രൂശിലെ ജയാളിയെ, ആ രക്തത്താലുള്ള വിടുതൽ അനുഭവിക്കുന്നവർ കരങ്ങളൊക്കെ നന്നായി അടിച്ച് നീങ്ങിപ്പോ എന്റെ ഭാരങ്ങൾ, മാറിപ്പോ എന്റെ ശാപങ്ങൾ, സൗഖ്യമായ എന്റെ രോഗങ്ങൾ യേശുവിൻ നാമത്തിൽ. നീങ്ങിപ്പോ എന്റെ ഭാരങ്ങൾ, പാടിയേ, മാറിപ്പോ എന്റെ ശാപങ്ങൾ, ശബലം ധനബൗഡകരം ധനബൗഡകരം ധനരോഗങ്ങൾ യേശുവിൻ നാമത്തിൽ. അതുകൊണ്ട് ഹല്ലേലൂയ ഞാൻ പാടിടും,
രക്ഷയായി, യേശുവിൻ നാമം ശക്തിയായി, യേശു എന്നെ. അതുകൊണ്ട് സന്തോഷത്തോടെ ആരാധിച്ചേ. ഹല്ലേലൂയ ഞാൻ പാടിടും, യേശുവിനെ ആരാധിക്കും. ഹല്ലേലൂയ ഞാൻ വാഴ്ത്തിടും, സർവശക്തനായവനെ. ഓ ഹല്ലേലൂയ ഞാൻ പാടിടും. ആമേൻ ആമേൻ. ഓ പ്രബലം ശബലം ധനമൗടകരം ധനം സർവശക്തനായവനെ. യേശുവിൻ രക്തം, യേശുവിൻ രക്തം ശുദ്ധിക്കായി, യേശുവിൻ രക്തം സൗഖ്യമായി, യേശുവിൻ രക്തം കഴുകലായി, യേശു എന്നെ വീണ്ടെടുത്തു. ഓ യേശുവിൻ രക്തം ശുദ്ധിക്കായി, ആമേൻ, സൗഖ്യമായി, യേശു കഴുകലായി, യേശു എന്നെ വീണ്ടെടുത്തു. അതുകൊണ്ട് ചേർന്ന് ഹല്ലേലൂയ ചുരവംശനവൗടകരം ശബലംധനം ചുരവാധനവൗടകരം ശബലംധനം ചുരവാധനവൗടകരം ശബലംധനം. ഹല്ലേലൂയ ഹല്ലേലൂയ ഞാൻ പാടിടും, യേശുവിനെ ആരാധിക്കും. ലബന റികമന ചുരമന നീങ്ങിപ്പോയി നീങ്ങിപ്പോയി. പറ ആത്മാവിൽ പറ. ആമേൻ. നീങ്ങിപ്പോയി ശബലികമന തേര തേര ശബന ചുരമന തേര തേര. യേശുവിൻ നാമത്തിൽ ആ സന്തോഷമുള്ളവർ ഹല്ലേലൂയ ഞാൻ പാടിടും. ആമേൻ ആമേൻ. സർവശക്തനായവനെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഞാൻ പാടിടും, യേശുവിനെ ആരാധിക്കും. ആമേൻ ആമേൻ. സർവശക്തൻ യേശുവിന്റെ നാമം, യേശുവിൻ നാമം വിടുതലായി, യേശുവിൻ നാമം രക്ഷയായി, യേശുവിൻ നാമം ശക്തിയായി, യേശു എന്നെ വീണ്ടെടുത്തു. ആമേൻ ആമേൻ. യേശുവിൻ നാമം ലബന ദൂരമന ധേര ധേര യേശു എന്നെ വീണ്ടെടുത്തു. ഹല്ലേലൂയ ഹല്ലേലൂയ ഞാൻ പാടിടും, യേശുവിനെ ആരാധിക്കും. ഹല്ലേലൂയ ഞാൻ വാഴ്ത്തിടും, സർവശക്തനായവനെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഞാൻ പാടിടും, ചുരമന റികമന ഏലമന റികബബ സർവശക്തനായവനെ. ഓ ഹല്ലേലൂയ ഹല്ലേലൂയ. ആത്മാവിൽ ആരാധിച്ചേ. ഒരുമിച്ച് ആത്മനിറവിൽ യേശുവിൻ രക്തം, യേശുവിൻ രക്തം ശുദ്ധിക്കാൻ, യേശുവിൻ രക്തം സൗഖ്യമാണ്. ആമേൻ. യേശു എന്നെ വീണ്ടെടുത്തു. സഭ ഒരുമിച്ച് യേശുവിൻ രക്തം ശുദ്ധിക്കാൻ. റബന തുരബല ധേര ധേര. Yes 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 yes. Hey hey hey. യേശു എന്നെ വീണ്ടെ. അതുകൊണ്ട് ചേർന്ന് ഹല്ലേലൂയ ഓ സർവശക്തൻ യേശു മാത്രം. അത് പാടിയേ ഹല്ലേലൂയ. കരങ്ങളൊക്കെ നന്നായി അടിച്ച് വായികളൊക്കെ തുറന്ന് അതുകൊണ്ട് ആത്മാവിൽ പറഞ്ഞ് നീങ്ങിപ്പോയി നീങ്ങിപ്പോയി. ഒരുമിച്ച് പറ
യേശുവിൻ നാമത്തിൽ നീങ്ങിപ്പോയി നീങ്ങിപ്പോയി എന്റെ ലമന തെര 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 ലകബല തുര മന തെര ലകമന തെര തെര തെര. യെസ്, ആ സന്തോഷം ഒന്ന് പ്രകടിപ്പിച്ചേ. ഹല്ലേലൂയ ഞാൻ പാടിടും, ഹല്ലേലൂയ ഞാൻ വാഴ്ത്തിടും സർവശക്തനായവനെ. ഹല്ലേലൂയ ഞാൻ പാടിടും യേശുവിനെ എന്റെ രക്ഷകനെ ആരാധിക്കും, ഏക സത്യ ദൈവത്തെ ആരാധിക്കും. ഹല്ലേലൂയ ഹല്ലേലൂയ ലമന ലികമന തുരമന സർവശക്തൻ ആ ദൈവത്തെ ഒരുമിച്ച് ആരാധിച്ചേ. ആരാധന അങ്ങയ്ക്ക്, ആരാധന അങ്ങയ്ക്ക്, ആരാധന അങ്ങയ്ക്ക്, ആരാധന അങ്ങയ്ക്ക്. ഓ ആരാധന ലകമന തുരമന തെര തെര തെര. എന്റെ പാറയാകും യേശുനാഥ, എന്നെ കാക്കും ദൈവം നീയേ. പാടിയേ. എന്റെ പാറയാകും യേശുനാഥ, എന്നെ കാക്കും ദൈവം നീയേ. ഓ മഹിമയും ബലവും നിറഞ്ഞവനെ, എന്നും എന്നും സ്തുതി അങ്ങയ്ക്ക്. മഹിമയും ആ ദൈവത്തിന് ആരാധന, ആരാധന അങ്ങയ്ക്ക്, ആരാധന അങ്ങയ്ക്ക്. ചമല തുരമന തെര തെര ലകമന തുരമന തെര തെര. ആരാധന ആരാധന അങ്ങയ്ക്ക്. ചമല തുരമന കെലക്കെ തെര 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 തെര. ആ കർത്താവിനെ നോക്കി പറഞ്ഞേ. എന്നിൽ ജീവനുള്ള നാളുകളെല്ലാം അങ്ങേ സ്തുതിച്ചു പാടിടുമേ. അപ്പാ എന്നിൽ ജീവനുള്ള നാളുകളെല്ലാം അങ്ങേ സ്തുതിച്ചു പാടിടും. കാരണം എന്താണ്? നാദാ നീ ചെയ്ത നന്മകളെ എന്നാളും സ്തുതിച്ചിടുമേ. പാടിയേ. നാദാ നീ ചെയ്ത നന്മകളെ എന്നാളും സ്തുതിച്ചിടുമേ. ആരാധന അങ്ങയ്ക്ക്, ആരാധന അങ്ങയ്ക്ക്, ആരാധന അങ്ങയ്ക്ക്. ഓ റബാദി ബാരം താരിക മന തുരമന ലെക്കെ 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 ലെ ല തുരമന തെര റിക മന ല കോബോ റിക തെന റിക തെല റബാല തുരമന തെ ലെക്കെ തെരെ ല മന റിക മന തെ. ആരാധന റിക മന ല മന തെ ലെക്കെ തെരെ ശമന ല കമലെക്കെ തെരെ തെരെ തെരെ. വായികളെ തുറന്ന് കരങ്ങളെ അടിച്ച് ആത്മനിറവിൽ ഓ റബാല റെക്കെ ആരാധന തുരത റിക മന തെര തെര ല മന തുരമന റിക മന ല കത റിക മന ല തുരമന തെരെ ശകബ ലുകോ ബോലോ ലെക്കെ 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 ല മന തുരമന ശകബ ലുകോ തെരെ റിബാബ ല തോരെബെ ലെക്കെ ലെക്കെ തെരെ rababa rika mana la tara rika tera ribala ramto roko la mana tere tere la mana tura mana shakala tere tere rimana tura mana. Yes 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 yes. Oh rababa baba baba leke 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 la mana tura mana leke tere tere rika mana tera tera raka mana tura mana tere tere shamta rikam tere 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 rika mana tura mana tera tera. Yes 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 yes. ശക്തിയോടെ ഓ റബാബാ ബാബാ ബാബാ എരികാര ബാര 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 ബൗഡരം ദരം ദരം ദരേ. ഹല്ലേലൂയ. പരിശുദ്ധനേ പരിശുദ്ധനേ രാധാ ബാബാ 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 തുരമന ഗരഗല രഗദാരഗനം ശംധനാര ബൗഡ തുര ബാബാ 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 ലരഗ
എന്റെ ശൈലമാകുന്നവനെ, എന്റെ ശക്തിയെ, എന്റെ ആശ്വാസമേ, എന്റെ മറവിടമേ, എന്റെ സമാധാനമേ. ഓ ആരാധന 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 ആരാധന. ശക്തിയോടെ ശക്തിയോടെ യെസ് 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 യെസ്. വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്നും തിരുവെഴുത്ത് പറയുന്നു, ജീവജല നദികൾ, ജീവജല നദികൾ. എനിക്ക് വേണം, എനിക്ക് വേണമെന്ന് ദാഹമുള്ളവൻ ഇന്ന് പകൽ അത് സ്വീകരിക്കുക.